എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഞാൻ നീറ്റിൻ്റെ എക്സാമിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, ബെസ്റ്റ് ബുക്സ് ഫോർ നീറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ എല്ലാ വർഷവും ബുക്കിൻ്റെ പേരുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലുമില്ല. നമ്മുടെ ബുക്കും നമ്മുടെ സിലബസും ഒക്കെ ഇതുവരെയായിട്ട് ചേഞ്ച് ആക്കിയിട്ടില്ല. അങ്ങനെ ആക്കാത്തടത്തോളം കാലം നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ ബുക്കുകൾ വലിയ മാറ്റമൊന്നും വരത്തില്ല. ഇപ്പം ഞാൻ എന്തിനാണ് ഈ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ടൈമിൽ ഞാൻ ഈ ബെസ്റ്റ് ബുക്സ് ചെയ്യുന്നതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് മലയാളം വേണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്, കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ബുക്സുകൾ ഇപ്പോൾ ഈ സ്റ്റുഡൻസ് പറയുന്നുണ്ടാവും, ഉപയോഗിച്ച് കഴിഞ്ഞ സ്റ്റുഡൻസ് പറയുന്നുണ്ടാവും, അതുപോലെ തന്നെ ചില ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും. അതിൻ്റെ ബേസിസിലാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോ ഓരോ വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ ഓരോ ബെസ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബെസ്റ്റ് ബുക്സ് ഫോർ നീറ്റ്. ബുക്സിൻ്റെ പേരുകൾ പറയുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത്, നമുക്ക് ടോട്ടൽ എത്ര ബുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൈയും കണക്കും ഉണ്ടാകത്തില്ല. നമ്മൾ കാണുന്ന ബുക്കുകളെല്ലാം വാങ്ങിക്കും. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കണം. വാങ്ങിക്കും, മേടിക്കും എന്ന് പറഞ്ഞാൽ വേറെ സ്ലാങ്ങാണ്. ഓക്കെ, ഞാൻ മറ്റൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് 3 കാറ്റഗറി ബുക്സുകളാണ് ആവശ്യമുള്ളത്. ഏതൊക്കെയാണെന്നില്ലേ? ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, രണ്ടാമത് നമ്മുടെ MCQ ബുക്ക്, മൂന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്ക്. അതിൽ മൂന്നാമത്തത് ഓപ്ഷണലാണ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറയട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇല്ല, അതിൻ്റെ ബേസിക് മോസ്റ്റ് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരുന്നതാണ് ടെക്സ്റ്റ് ബുക്ക്. കോഴി എഴുതുന്നത് എന്നെക്കാളും വലിയ സൗണ്ടിൽ അലറുന്നു. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേന്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ബാലപാഠങ്ങൾ പഠിക്കുക എന്ന് പറയത്തില്ല, നിങ്ങളുടെ ഏറ്റവും എന്താ പറയുക അടിത്തറ പോലത്തെ ഒരു ബുക്കാണ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയും ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആണ് NCERT ബുക്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്സ് എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. MCQ ബുക്സിനെ പറ്റിയിട്ട് MCQ ബുക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, അല്ലേ? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ബുക്സുകളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ NCERT വായിക്കുമ്പോഴത്തേനും ഒരു പോയിന്റ് കണ്ടു, നിങ്ങൾ നോർമലി വായിച്ചു പോവുകയാണ്. അപ്പോൾ വായിച്ചു പോകുമ്പോഴത്തേനും ഒരു സ്വാഭാവികമായിട്ട് എല്ലാ സെൻറ്റൻസ് വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് വായിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടത്തില്ല ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏത് സെൻറ്റൻസ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. എന്നാൽ നിങ്ങൾ MCQs ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് പോലും ഇല്ലാത്ത സെൻറ്റൻസുകളായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല? എനിക്ക് ഒരുപാട് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദൈവമേ, ഇതൊക്കെ ഒരു പഠിക്കേണ്ട പോയിന്റ്സുകളായിരുന്നു എന്നൊക്കെ ആ ടൈമിൽ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് MCQ ബുക്സ്. അപ്പോൾ ഈ MCQ ബുക്സിലാണെങ്കിൽ കുറച്ചുകൂടി പ്രത്യേകത അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഫർദർ പോവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സാധാരണ തിയറി പഠിക്കുന്ന NCERT എന്നാണല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ തിയറി നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് MCQ ബുക്സിൽ ഇപ്പോഴത്തെ MCQ ബുക്സിലൊക്കെ അതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും തിയറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്താ പറയാൻ പറ്റുക, 2 പക്ഷി ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ MCQs ചെയ്യാം, അതുപോലെ തന്നെ തിയറിയും പഠിക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ MCQ ബുക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചിലവർക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വെറുതെ കുറേ ബുക്ക് വാരി അടുക്കി വെച്ചിട്ട് നമുക്ക് ഒന്നും നേടാനില്ലല്ലോ. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നീറ്റൊക്കെ കിട്ടി UGക്കൊക്കെ കയറി പോകുമ്പോഴത്തേന് ഈ ബുക്കൊക്കെ കൊണ്ടൊന്ന് വിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ബുക്കുകൾ വാങ്ങിക്കുക. എല്ലാം കൂടെ കണ്ട് പഠിച്ച് മലർത്താമെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ ചുമ്മാതാണ്. അത് കാണുമ്പോൾ മാത്രമുള്ളൊരു പറ്റത്തോരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് 3 കാറ്റഗറൈസേഷൻ. ഇനി നമുക്ക് ഓരോ സബ്ജക്ട്സുകളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബയോളജി നോക്കാം. ബയോളജി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ അതേ സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ NCERT വെല്ലാനായിട്ട് ഇതുവരെ ഇത്രയും കാലം വരെ നമുക്കൊരു ബുക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ലാത്തിടത്തോളം കാലം നമുക്ക് ബയോളജിക്ക് NCERT മാത്രമാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അത് മാത്രം നിങ്ങൾ പഠിക്കുക, വേറെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേറെ ഒരു ബുക്കിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട.
എത്ര വലിയ വാഗ്ദാനങ്ങൾ തന്നാലും വീഴേണ്ട ആവശ്യമില്ല. NCERT ബയോളജി, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. അതിലെ ഓരോ സെൻറ്റൻസുകളും അറിഞ്ഞിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ സെൻറ്റൻസുകളെന്ന് പറഞ്ഞിട്ട് പഠിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് അത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം പരിചയമാകുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൽ ഏതൊക്കെ പോർഷനാണ് ഇമ്പോർട്ടൻ്റ്, ഇതിൽ ഏതൊക്കെ സെൻറ്റൻസുകളാണ് ചോദിക്കാൻ സാധ്യത എന്ന്. എപ്പോഴും എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് NCERT വായിച്ച് പരിചയമാകുമ്പോഴും നമുക്ക് തന്നെ മനസ്സിലാകും. അത് തന്നെ വന്നോളും. ഇപ്പം അങ്ങനെ മനസ്സിലാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ വന്നോളും. എന്നിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും എന്താ പറയുക, ഞാനുണ്ട് സഹായിക്കാൻ, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. പക്ഷെ ഞാൻ എപ്പോഴും വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയി പോകും എന്ന് പറയുമ്പോൾ ഇപ്പം ആലോചിച്ച് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ അല്ല. ഈ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് പഠിപ്പിക്കാൻ വളരെ വളരെ ഇഷ്ടമാണ്. ഇതിങ്ങനെ എനിക്കറിയത്തില്ല, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ എനിക്കതിങ്ങനെ ബോറടിക്കത്തേയില്ല. ഒരാളിങ്ങനെ എടുത്ത് ഒരാളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഒരു താല്പര്യമാണ്. അപ്പോൾ ഞാനെപ്പോഴും അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ഇപ്പോൾ ആണെങ്കിൽ തന്നെ ഞാനിപ്പോൾ NEET PG പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയോ ഇപ്പോൾ ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. അതിനൊക്കെ എനിക്ക് വിഷമമുണ്ടെങ്കിലും പക്ഷേ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അങ്ങനെയാണ്. ഇപ്പം ഞാൻ പിന്നെ ഫ്രീ ആയി. എനിക്ക് കാരണം നിങ്ങളുടെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ തന്നെയായിരിക്കും ഞാൻ ഫ്രീ ആയിട്ട് വരുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ മറ്റേ സീസണലായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ പോലെ എന്താ കാണേണ്ടി വരും. ഓക്കെ, നമുക്ക് ടോപ്പിക് വിട്ട് പോകുന്നു. നമുക്ക് വേറെ ടോപ്പിക്കിലോട്ട് വരാം, നമ്മുടെ ബയോളജിയിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ NCERT ആണ് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യം. അതിൽ നിങ്ങളൊരു വിട്ടുവീഴ്ച വരുത്തരുത്. ദിവസം NCERT നിങ്ങൾ വായിക്കുക. NCERT നിങ്ങൾക്ക് എത്ര പരിചയമാക്കാൻ പറ്റുമോ അത്രയും പരിചയമായിട്ടുള്ള അത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് NCERT ബുക്സിനെ പറ്റിയിട്ടാണ്, അതായത് MCQ ബുക്സിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി കൺസെപ്റ്റ് ബുക്കൊക്കെ പറഞ്ഞിട്ട് കുറേ ബുക്കുകളുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചുമ്മാ പൈസ കളയാനായിട്ട്. MCQസിൻ്റെ തന്നെ ഒരു ബുക്കുണ്ട്, ട്രൂ മാത്സ് ബയോളജി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞു തന്നു. ബയോളജിയിലെ ഏറ്റവും ബെസ്റ്റ് ബുക്ക് ട്രൂ മാത്സ് ബയോളജിയാണ്. പക്ഷെ അത് ഇച്ചിരി കൂടി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബുക്ക് തന്നെയാണ്. പക്ഷെ നമുക്ക് അത്രയും വലിയ സ്റ്റാൻഡേർഡിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ മേടിക്കണമെന്നുള്ളവർക്ക് മേടിക്കാം, നല്ല ബുക്കാണ്. അത് നല്ല നല്ല ക്വസ്റ്റ്യൻസുകളുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മേടിക്കാൻ പറയാറ് NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സ് ആണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ലെവലെന്ന് പറയുന്നത് അത്ര ഭയങ്കര ഹൈ ലെവലോ അങ്ങനെ ഒന്നും അല്ല. അത്യാവശ്യം ഒരു എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താ പറയുക, ഒരു 95% എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളത്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ബയോളജിയുടെ സിലബസ് മാറിയോ അല്ലെങ്കിൽ വേറെ ഔട്ട് ഓഫ് ദ സിലബസ് ആയിട്ട് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ട്രൂ മാത്സ് ബയോളജി ഓക്കെ MCQ ബുക്കായിട്ട് എടുക്കാൻ വളരെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ കയ്യിലും വേണ്ടത് NCERT ഫിംഗർ ടിപ്സ് ആണ്. പിന്നെ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്ക് GRBs ആണ്. അപ്പോൾ GRB ബുക്സുകളൊക്കെ ഞാൻ എല്ലാ സബ്ജക്റ്റും GRB ബുക്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ബയോളജിക്ക് ആണെങ്കിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു 300-400 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അതൊരു സംഭവം. പിന്നെ അതല്ലാതെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ റീസെൻ്റായിട്ട് കണ്ടൊരു ബുക്കാണ്, എൻ്റെ കയ്യിൽ തന്നെ ഒരു ബുക്കാണ് ബയോളജി ദിനേഷ് NCERT MCQs ബുക്സ് എന്ന് പറഞ്ഞിട്ട് സബ് ടോപ്പിക്സ് ആയിട്ട് തന്നെ MCQs ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം വാങ്ങിക്കാനൊന്നും പറയത്തില്ല. ഒന്നെങ്കിൽ നിങ്ങളിത് മേടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF എവിടെയെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് ഞാൻ പറയണം എന്ന് മസ്റ്റാണ്, പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സ് മേടിക്കാനേ പറയത്തുള്ളൂ. കാരണം അത് കുറച്ചുകൂടെ ഒരു അതാണ് പറയാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, ലാസ്റ്റ് ടൈം ഞാൻ ഒരു റിവിഷൻ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് NEETലായിരുന്നു ഞാൻ റിവിഷൻ കോഴ്സ് എടുത്തായിരുന്നു. റിവിഷൻ കോഴ്സ് എടുത്തതിൻ്റെ ടൈം ഇച്ചിരി മാറിപ്പോയി. എക്സാമിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് എന്താണ് ഞാൻ റിവിഷൻ കോഴ്സ് കൊണ്ടുവന്നത്. കാരണം ഞാൻ അപ്പോഴാണ് എൻ്റെ തീരുമാനം തന്നെ എടുത്തത്. അപ്പോൾ നിങ്ങളെ ആലോചിക്കും, ഒറ്റയടിക്ക് ഒരു 10 ദിവസം പോലും ഉണ്ടായിരുന്നില്ല. 5 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ 5 ദിവസമില്ല അന്ന് ജോയിൻ ചെയ്തവർക്കൊക്കെ അറിയാം. ഞാൻ ഒറ്റയടിക്കാണ് ഈ റിവിഷൻ കോഴ്സിൻ്റെ ആഡാക്കിക്കൊണ്ടിരുന്നത്, കോഴ്സ് ജോയിൻ ചെയ്തവർക്കൊക്കെ. അപ്പോൾ അന്ന് തന്നെ ആ കുട്ടികൾക്ക് എനിക്ക് എന്താ പറയുക, ഒരു സപ്പോർട്ട് കിട്ടിയത് കാരണം ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിവിഷൻ കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ റിവിഷൻ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ റിവിഷൻ കോഴ്സ് എന്ന് പറയുന്നത് ബയോളജി ഇൻ 24 hours ആണ്. അതായത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യം, ഇവിടെ പറഞ്ഞു തരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബയോളജിയിൽ വേണ്ടത് റിവിഷനാണ്. അതായത് മാക്സിമം
മാക്സിമം NCERT ലൈൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു NCERT എല്ലാ ലൈനുകളും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് NCERT ഏതൊക്കെ ലൈൻസുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് നിങ്ങൾ അതിൽ ഓരോ എക്സാമ്പിൾസുകൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ന്യൂമോണിക്സുകളാണ് വേണ്ടത്, അതെങ്ങനെ നിങ്ങൾക്ക് എക്സാം ഓർത്തിരിക്കും, പിന്നെ പല പല ചാപ്റ്റേഴ്സിൻ്റെ MCQs ഡിസ്കഷനും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ പഠിച്ചതിനോട് ഡിസ്കഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ MCQs ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ MCQs ആഡ് ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേനും തന്നെ ആ ചാപ്റ്റർ MCQs കൂടെ നിങ്ങൾക്ക് ചെയ്തു പോകാം. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. NCERT ഈ പറഞ്ഞ ബയോളജി 24 മണിക്കൂറിൽ നിങ്ങളിപ്പോൾ പഠിക്കുവാണെങ്കിൽ, നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒറ്റ കയറുന്ന പഠിക്കുവാണെങ്കിൽ നിങ്ങളൊരു ബയോളജിയിൽ ഒരു ചാപ്റ്റർ തീർക്കാൻ സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കുമോ എന്നുള്ളത് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തായിട്ടായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നിട്ട് നിങ്ങളുടെ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആ സംഭവം, ചെറിയൊരു കൺസെപ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് ഒരാൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ എത്ര സമയത്തിൽ തീർക്കും? അപ്പോൾ വളരെ ചെറിയ സമയത്തിൽ തീർക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കുത്തിയിരിക്കുവാണെങ്കിൽ, 24 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ കുത്തിയിരുന്ന് ആ ക്ലാസ് കേൾക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ബയോളജി തീരും. ആ മെയിനായിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് റീഡിങ് തീരും. അതേ സംഭവം ഇനി 2 മാസമുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര തവണ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? ഈ ഒരു 2 മാസം നിങ്ങൾ ഈ സംഭവം പഠിക്കുകയാണെങ്കിൽ, ഇത്രയും വേഗം NCERT റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് NCERT മറ്റേ പ്രോ ആയിരിക്കും, പ്രോ. അപ്പം എനിക്ക് തോന്നിയതാണ്, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ കോഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് കയറി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ തന്നെ ഒരു ക്ലാസ് വീഡിയോ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുത് തന്നെയാണ്. കാരണം അങ്ങനെ റിവൈസ് ചെയ്യാൻ പാട് തന്നെയാണ്, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോളജി ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് കെമിസ്ട്രിക്കാണെങ്കിൽ നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് NCERT തന്നെയാണ്. NCERTയിൽ എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വേറെ ബുക്സിൽ നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ബുക്ക് NCERT തന്നെയാണ്. NCERT വായിച്ച് പഠിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ്ങിനാണ് നമ്മൾ വേറെ ബുക്ക് തേടി പോകേണ്ടത്, അതായത് MCQ ബുക്ക് തേടി പോകേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ പിന്നെയും പറയുന്നതിനാണ് NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി. വേറെ ഇനി ഇപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന ബുക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ടൊന്നും പോകണ്ട. നിങ്ങളുടെ കയ്യിൽ NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മേടിക്കുക, അല്ലെങ്കിൽ അത് മാത്രം വെച്ച് പഠിക്കുക. അല്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് ഫർദർ പോകണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. GRB ബുക്ക് വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വളരെ നല്ലതായിട്ടുള്ളൊരു ബുക്കാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നൊരു ബുക്ക് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല, സെൻകേജ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ വളരെ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബാക്കിൽ നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. കാരണം ഇതിൽ ഒരുപാട് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ഫിസിക്കൽ കെമിസ്ട്രി ആ ഒരു ബേസ് സ്ട്രോങ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സെൻഗേജ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സ് കൊള്ളാം, അതുപോലെ തന്നെ GRB കൊള്ളാം, അതുപോലെ തന്നെ സെൻഗേജ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സ് ഉള്ളവരാരും ദയവ് ചെയ്ത് പുതിയത് മേടിക്കാൻ ചെയ്യരുത്. ഞാൻ കുറേ ബുക്കുകളുടെ പേര് വാരി വെച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം പോയിട്ടൊന്ന് വാങ്ങിക്കരുത്. കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പല ബുക്കുകൾ അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം NCERT സ്റ്റിക്ക് ഓൺ ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മാത്രം ഈ ബുക്കുകളുടെ സഹായം എടുക്കുക. എപ്പോഴും അങ്ങനെ ആയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫിസിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ ഏതൊക്കെ ബുക്കുകളാണെന്നുള്ളത് നോക്കാം. ഫിസിക്സ് എനിക്ക് പറയാനാണെങ്കിൽ ലാസ്റ്റ് ടൈം പറഞ്ഞത് NCERT നമുക്ക് വേണമല്ലോ, NCERT ഇല്ലാതെ സംഭവമില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ഫിസിക്സ് പഠിക്കുന്നത് NCERT-നല്ല, നമ്മൾ ഓരോ ബുക്സുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ NCERT പഠിക്കുന്നത്. ഈ ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഞാൻ പറയുന്നത്, ഫിസിക്സ് ആണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ ബയോളജിയാണ് വേണ്ടത്. എന്നാൽ ഏറ്റവും നമുക്ക് നല്ല റാങ്കിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫിസിക്സ് നിങ്ങൾ എത്ര സ്ട്രോങ് ആണോ അത്ര നിങ്ങളുടെ റാങ്ക് മേലോട്ട് കയറും. ഓക്കെ, അപ്പോൾ ഫിസിക്സിൻ്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൺസെപ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ബുക്കുകൾ വേണമല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ചെയ്ത 3-4 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിസിക്സിന് വേണ്ടിയിട്ട് ഞാൻ അന്നും ഇന്നും
നാളെ ചിലപ്പോൾ പറയാൻ പോകുന്നത് ഹെക്സി വർമ്മയുടെ കൺസെപ്റ്റ് ബുക്കാണ് ഞാൻ പറയുന്നത്. അത് മതി, ഇനി വേറെ ഒന്നും വേണ്ട. ഹെക്സി വർമ്മയുടെ കൺസെപ്റ്റ് ബുക്ക് +1 +2 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാം, വേണമെങ്കിലല്ല അത് ഇരിക്കട്ടെ, നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ MCQ ബുക്ക് ചെയ്യുവാനാണെങ്കിൽ ഞാൻ കൂടുതൽ ബുക്സ് ഒന്നും പറയുന്നില്ല. NCERT ഫിംഗർ ടിപ്സ് ഉണ്ടെങ്കിൽ ധാരാളം, വേറെ ഒന്നും വേണ്ട. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെക്സി വർമ്മയുടെ തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ബുക്കുണ്ട്, അതായത് MCQ ബുക്സുകളുണ്ട്. ആ ബുക്കും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാം സൂപ്പറായി. ഓക്കെ, ഞാൻ കൂടുതൽ അതിനെ പറ്റിയുള്ള ബുക്സുകൾ പറഞ്ഞ് ഈ ഫിസിക്സിനൊക്കെ ആണെങ്കിൽ തന്നെ കാണുന്ന ബുക്കുകളെല്ലാം ഞാൻ ഈസിയാക്കി പഠിപ്പിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് പല ബുക്കുകളുണ്ട്. ഇതിനെ എല്ലാ ബുക്കിൻ്റെ പുറകെ പോകുന്നത്. കാരണം പഠിക്കുന്ന സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഞാനെപ്പോഴും പറയുന്നത് പഠിപ്പിക്കുന്ന രീതിയായിരിക്കും എപ്പോഴും ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ബുക്കുകളെല്ലാം പഠിപ്പിക്കുന്ന രീതി ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പല ബുക്കുകളുടെ പുറകെ പോകുന്നത്? അത്യാവശ്യം നല്ല ബുക്കിൻ്റെ പുറകെ പോയാൽ മതിയല്ലോ. ഏതെങ്കിലും ഓരോ സബ്ജക്റ്റും 2 ബുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബുക്കിൻ്റെ ആവശ്യം ഇരിക്കട്ടെ, 2 ബുക്ക് വെച്ചിട്ട് മതി. കാണുന്ന ബുക്കുകളൊന്നും ഞാൻ ശരിക്കും നീറ്റിന് പഠിക്കുന്ന കുറേ കുട്ടികളുടെ മറ്റേ അലമാരയിലെ കണ്ടിട്ടുള്ള മറ്റേ ഇങ്ങറ്റം എൻ്റെ ഹൈറ്റ് വരെയുള്ള ബുക്കുകളാണ് അതിനകത്ത് ഇരിക്കുന്നത്. എൻ്റെ ഹൈറ്റ് വരെയുള്ള ബുക്കുകൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ PG കയറും, UG കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കും ഞാൻ PG പഠിക്കുവാണെങ്കിൽ എൻ്റെ വാല്യൂ PG മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നീറ്റ് UG കിട്ടി MBBS കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആയിക്കോളെ ഏകദേശം എൻ്റെ ഹൈറ്റിൻ്റെ ഒരു ബുക്ക് നിങ്ങൾക്ക്, ഒരു ബുക്കല്ല കുറേ ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നാലും പഠിക്കാം. വെറുതെ എന്തിനാണ് ഇതിൻ്റെ പുറകിലൊക്കെ പോകുന്നത്? ഓക്കെ, ജസ്റ്റ് ചുമ്മാ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ ഞാനൊന്നും പറയുന്നില്ല, എൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.